ഗുഡ് ഡേ ഡിയർ ആസ്പിറൻസ്, എൻ്റെ പേര് ആതിര. ഏവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമുക്കറിയാം കമ്പനി ബോർഡ് LGSന്റെ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. സോ നമുക്ക് അതിന് മുന്നേ കമ്പനി ബോർഡ് LGSൽ ഫിസിക്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അത് റിലേറ്റഡ് ഫാക്ട്സും ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച് തീർക്കാം. ഓക്കെ, സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ന്യൂട്ടൺ എന്നത് എന്ത് അളക്കുന്നതിനുള്ള ഏകകമാണ്? ഏകകം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ആണ് കേട്ടോ. ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്ത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂട്ടൺ എന്നത് നമ്മൾ ബലം അളക്കുന്ന യൂണിറ്റ് ആണ്. ന്യൂട്ടൺ ബലം അളക്കുന്ന യൂണിറ്റ് ആണ്. ആരുടെ പേരിലാണ് നമ്മൾ ഈ ന്യൂട്ടൺ നൽകിയിരിക്കുന്നത്? ഐസക് ന്യൂട്ടന്റെ പേരിലാണ് ന്യൂട്ടൺ എന്ന യൂണിറ്റ് നമ്മൾ നൽകിയിരിക്കുന്നത്. ഐസക് ന്യൂട്ടന്റെ പേരിൽ നമ്മൾ ബലത്തിന് കൊടുക്കുന്ന യൂണിറ്റ് ആണ് ന്യൂട്ടൺ. കാരണം ബലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് നമ്മുടെ ന്യൂട്ടൺ. ന്യൂട്ടന്റെ 3 ചലന നിയമങ്ങളിലും ബലത്തെപ്പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബലം അളക്കുന്ന യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഐസക് ന്യൂട്ടന്റെ പേരിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം ബലം എന്നാൽ എന്താണ്? ഒരു വസ്തുവിന് കൊടുക്കുന്ന പുഷ് അല്ലെങ്കിൽ പുള്ളിനെയാണ് നമ്മൾ ബലം എന്ന് പറയുന്നത്. പുഷ് ഓർ പുൾ, തെള്ളുക അല്ലെങ്കിൽ വലിക്കുക. മലയാളത്തിൽ അങ്ങനെയാണ്, തെള്ളുക അല്ലെങ്കിൽ വലിക്കുക. ഒരു വസ്തുവിനെ നമ്മൾ തെള്ളി. ഇപ്പം എന്താ ഇവിടെ ഒരു വസ്തു ഇരിക്കുന്നു, ഈ ഒരു വസ്തുവിനെ ഞാൻ എന്താ ചെറുതായിട്ട് തള്ളുന്നു, അപ്പൊ തെള്ളി. അപ്പൊ അതിൽ എന്തുണ്ടായി? ഒരു ബലമുണ്ടായി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വസ്തു ഇരിക്കുന്നു, ഈ വസ്തുവിനെ നമ്മളൊന്ന് വലിക്കുന്നു, അപ്പോൾ വലിക്കുമ്പോഴും അതിൽ എന്തുണ്ടാകും? ഒരു ബലമുണ്ടാകും. അതുകൊണ്ടാണ് തെള്ളൽ അല്ലെങ്കിൽ വലിക്കലാണ് ബലം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അടുത്തത് നോക്കിയേ. വൈദ്യുതി, നമ്മൾ ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ആംപിയർ. ഓക്കെ, ആംപിയർ ആണ് നമ്മൾ വൈദ്യുതി മെഷർ ചെയ്യുന്ന യൂണിറ്റ്. അടുത്തത് നോക്കിയേ. താപം. താപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഊർജമാണ്. എല്ലാ ഊർജവും നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ജൂളാണ്. ജൂൾ, ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ പേരിൽ യൂസ് ചെയ്യുന്ന ജൂളാണ് നമ്മൾ താപം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഇനി അടുത്തത് മർദ്ദം. നമ്മൾ പ്രഷർ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് പാസ്കൽ. ബ്ലെയ്സ് പാസ്കൽ എന്ന ശാസ്ത്രജ്ഞന്റെ പേരിലാണ് ഈ യൂണിറ്റിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്ലെയ്സ് പാസ്കൽ. ഓക്കെ, സോ ന്യൂട്ടൺ എന്തളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ്? അതിന്റെ ആൻസർ എന്താണ്? ബലം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ഏത്? സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ഏത്? അപ്പൊ എന്താണ് നമുക്ക് സ്ഥാനാന്തരം എന്ന് നോക്കാം. അതായത് ഇവിടെ എ എന്ന് പറഞ്ഞ ഒരു പോയിന്റും ബി എന്ന് പറഞ്ഞ പോയിന്റും. ഓക്കെ, എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. അപ്പൊ എനിക്ക് ഈ എയിൽ നിന്നും ബിയിലോട്ട് പോകണം. എയിലിരിക്കുന്ന നിന്നും എനിക്ക് ബിയിലേക്ക് പോകണം. എനിക്ക് പല വഴി പോകാം. ഞാൻ ഓരോ വഴി എന്താ ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. എന്താ ഇവിടെ നോക്കിയേ. ആദ്യം എന്താ, ഞാൻ ഇങ്ങനൊരു വഴിയിലൂടെ പോകുന്നു. ഓക്കെ, ഒന്നാമത് ഈ ഒരു വഴിയിലൂടെ പോകുന്നു. രണ്ടാമത് ഇങ്ങനൊരു വഴിയിലൂടെ പോകുന്നു. ഓക്കെ, മൂന്നാമത് എന്താ, ഇങ്ങനൊരു നേരെയുള്ള വഴി കൂടെ പോകുന്നു. ഓക്കെ, അപ്പൊ എയിൽ നിന്നും ബിയിലേക്ക് നമുക്ക് പല വഴി എത്തിക്കൂടെ? ഒന്നെങ്കിൽ നമുക്ക് എയിൽ നിന്നും ബിയിലൂടെ ഇങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഈ ഒരു വഴി പോകാം. രണ്ടാമത് ഈ ഒരു പാതയിലൂടെ നമുക്ക് വേണമെങ്കിൽ പോകാം. മൂന്നാമത് ഈ ഒരു പാതയിലൂടെ നമുക്ക് വേണമെങ്കിൽ പോകാം. ഓക്കെ, അപ്പൊ ഈ ഓരോ സമയത്തെയും ദൂരം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് ഒന്നാമത്തെ സമയത്ത് എനിക്ക് ദൂരത്തിന്റെ വില ഒരു 45 കിലോമീറ്റർ കിട്ടിയെന്ന് വിചാരിക്കാം. ഒന്നാമത് ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചപ്പം ദൂരത്തിന്റെ വില എനിക്ക് 45 കിലോമീറ്റർ കിട്ടി. രണ്ടാമത്തെ കേസിൽ എനിക്ക് ദൂരത്തിന്റെ വില ഒരു 60 കിലോമീറ്റർ കിട്ടി. ഓക്കെ, ഒന്നാമത്തെ 45, രണ്ടാമത് 60. പക്ഷെ ഇനി മൂന്നാമത്തെ നോക്കിയേ. മൂന്നാമത്തെ കേസിൽ എനിക്ക് ദൂരത്തിന്റെ വില ഒരു 25 കിലോമീറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമുക്കിവിടെ നോക്കുമ്പം എ എന്നും ബി എന്നും പറഞ്ഞ 2 പോയിന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ചെറിയ ദൂരം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? മൂന്നാമത്തതാണ്. എയിൽ നിന്നും ബിയിലേക്കുള്ളതാണ്. ഈ നേർരേഖ ദൂരത്തിലൂടെ സഞ്ചരിച്ചാൽ ഒരാൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ബിയിൽ എത്തിച്ചേരാൻ പറ്റും. വെറും 25 കിലോമീറ്റർ സഞ്ചരിച്ച് അയാൾക്ക് എയിൽ നിന്നും ബിയിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഏറ്റവും ചെറിയ ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ഥാനാന്തരം. സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഏറ്റവും
ചെറിയ ദൂരമാണ്. ചെറിയ ദൂരം. ദൂരങ്ങളിൽ ഏറ്റവും ചെറിയ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ഥാനാന്തരം. ഇനി പേരുകളുടെ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കി, സ്ഥാന അന്തരം, സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇത് നോക്കിയേ, എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞുകൂടെ, ആദ്യ സ്ഥാനമാണ്, ആദ്യം അതിരുന്ന പോയിന്റ് ആണ്, ഇനിഷ്യൽ പൊസിഷൻ ആണ്, അല്ലെങ്കിൽ ആദ്യ സ്ഥാനം. ഇനി ബി നോക്കിയേ, ആദ്യ സ്ഥാനം എ ആണ്. എയിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകാനാ വിചാരിക്കുന്നത്? ബിയിൽ എത്തിച്ചേരാണല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ബി നമുക്ക് എന്ത് പറയാം? അന്ത്യസ്ഥാനം. അന്ത്യസ്ഥാനം. സോ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള അന്തരം, അതാണ് സ്ഥാനാന്തരം എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ഥാനാന്തരം എന്ന് വെച്ചാൽ സ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം. അന്തരം എന്ന് പറഞ്ഞാൽ വ്യത്യാസമല്ലേ. ഇപ്പൊ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ത്യസ്ഥാനവും ആദ്യ സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അന്ത്യസ്ഥാനവും ആദ്യ സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസമാണ് സ്ഥാനാന്തരം. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ ആണ്, ദൂരത്തിനകത്ത് ഏറ്റവും ചെറിയ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ഥാനാന്തരം. ഇനി സ്ഥാനാന്തരത്തെ നമുക്ക് വേറെ രീതിയിൽ പറയാം. ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരം. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു നേർരേഖ വെച്ചിട്ടല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരം. അപ്പൊ രണ്ട് ഡെഫിനിഷനും ഓർത്തു വെക്കുക. ദൂരങ്ങളിൽ ഏറ്റവും ചെറിയ അളവിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്ഥാനാന്തരം എന്ന് വിളിക്കാം. ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്ഥാനാന്തരം എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഒരു ദൂരമല്ലേ. അപ്പൊ ദൂരം നമ്മൾ യൂഷ്വലി എങ്ങനെ അളക്കുന്നത്? യെസ്, മീറ്ററിലാണ്. ദൂരം നമ്മൾ അളക്കുന്നത് മീറ്ററിലാണ്. സോ സ്ഥാനാന്തരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? മീറ്റർ. മീറ്ററിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ അളക്കും, ഓർത്തു വെക്കുക. ഒന്ന് ദൂരം, സെക്കൻഡ് വൺ സ്ഥാനാന്തരം. സ്ഥാനാന്തരത്തിന് ഇംഗ്ലീഷ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ദൂരമാണോ കൂടുതൽ സ്ഥാനാന്തരമാണോ കൂടുതൽ? പലർക്കും ഡൗട്ട്ഫുൾ ആണ്, അത് ഓർത്തു വെക്കുക. എപ്പോഴും ഓർക്കുക, ദൂരത്തിന്റെ വാല്യൂ ആയിരിക്കും എപ്പോഴും കൂടുതൽ. ദൂരത്തിന്റെ വാല്യൂ കൂടുതലായിരിക്കും, സ്ഥാനാന്തരം കുറവായിരിക്കും. ദൂരമാണ് യൂഷ്വലി കൂടുതൽ, സ്ഥാനാന്തരം കുറവാണ്. ദൂരം സ്ഥാനാന്തരത്തെക്കാൾ കൂടുതലുമാകാം. ചില സമയങ്ങളിൽ നമുക്ക് നോക്കുമ്പം ദൂരവും സ്ഥാനാന്തരവും ഈക്വൽ ആകാം. നിങ്ങൾ ഈ സിറ്റുവേഷൻ നോക്കിയേ, ഈ മൂന്നാമത്തെ ലൈനിൽ പോകുമ്പോൾ, മൂന്നാമത്തെ പാതയിലൂടെ സഞ്ചരിക്കുമ്പം നമുക്ക് പറയാം എ മുതൽ ബി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 25 കിലോമീറ്റർ ആണ്. ഈ ദൂരം തന്നെയല്ലേ ഇവിടുത്തെ സ്ഥാനാന്തരവും. കാരണം സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരം. ഈ ഒരു പാതയിൽ സഞ്ചരിക്കുമ്പം ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരവും എത്ര തന്നെയാണ്? 25 കിലോമീറ്റർ തന്നെയാണ്. സോ ദൂരവും സ്ഥാനാന്തരവും ഈക്വൽ ആകാം. ദൂരവും സ്ഥാനാന്തരവും ഈക്വൽ ആകാം. യൂഷ്വലി സ്ഥാനാന്തരത്തെക്കാൾ കൂടുതലായിരിക്കും എന്ത്? ദൂരം. സ്ഥാനാന്തരത്തെക്കാൾ കൂടുതലായിരിക്കും ദൂരം. ഈ ഒരു ടേമും കൂടെ നോക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി യൂണിറ്റ്സുകൾ എന്തിൻ്റെയാണെന്ന് നോക്കാം. സെക്കൻഡ്, നമുക്കറിയാം സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമയം പറയുന്ന യൂണിറ്റ് ആണ്. സമയം നമ്മൾ മണിക്കൂറിൽ പറയുന്നുണ്ട്, മിനിറ്റിൽ പറയുന്നുണ്ട്. പക്ഷേ സമയം അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് എന്ത് അളക്കാനുള്ള യൂണിറ്റ് ആണ്? സമയം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് സെക്കൻഡ്. അടുത്ത നോക്കിയേ, മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ വേഗത പറയുന്ന യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. വേഗത പോലെ തന്നെ നമ്മൾ പ്രവേഗവും വെലോസിറ്റിയും എന്തിൽ തന്നെയാണ് പറയുന്നത്? മീറ്റർ പെർ സെക്കൻഡിലാണ്. സോ പ്രവേഗം അഥവാ വേഗത അളക്കുന്ന യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് ത്വരണം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമ്മൾ ത്വരണം അളക്കുന്ന യൂണിറ്റ് ആണ്. ഈ ത്വരണത്തിന്റെ വാല്യൂ യൂഷ്വലി പോസിറ്റീവ് കിട്ടും. അപ്പം നമ്മൾ ത്വരണം അളക്കുമ്പോൾ നമുക്ക് ത്വരണത്തിന്റെ വാല്യൂ യൂഷ്വലി പോസിറ്റീവ് വിലയാണ് കിട്ടുന്നത്. ഇനി ഇൻ കേസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടിയാൽ നമ്മൾ അതിനെ ത്വരണം എന്ന് പറയരുത്. അതായത് ത്വരണം നമ്മൾ കണ്ടുപിടിക്കുമ്പം അതിന്റെ പോസിറ്റീവ് വാല്യൂ വന്നാൽ നമുക്കതിനെ ത്വരണം എന്ന് വിളിക്കാം. പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പം നെഗറ്റീവ് വാല്യൂ കിട്ടിയാൽ നിങ്ങൾ അതിനെ വിളിക്കുന്ന പേരാണ് മന്ദീകരണം.
മന്ദീകരണം. ഡീസിലറേഷൻ എന്നും റീറ്റാർഡേഷൻ എന്നുമാണ് കേട്ടോ ഇംഗ്ലീഷിൽ പറയുന്നത്, മന്ദീകരണം. സോ ത്വരണത്തിന്റെ ആയിക്കോട്ടെ മന്ദീകരണത്തിന്റെ ആയിക്കോട്ടെ രണ്ടിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ത്വരണത്തിന്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, മന്ദീകരണത്തിന്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമ്മുടെ ചോദ്യം സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ഏത്? ആൻസർ മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാതക നിയമങ്ങളിൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ച ശാസ്ത്രജ്ഞൻ ആര്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. വാതക നിയമങ്ങളിൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ പറയുന്നു താപനില സ്ഥിരമാണ്. താപനില, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, സ്ഥിരം. ഓക്കെ, മാസം, ഒരു നിശ്ചിത മാസമുള്ള ഒരു വസ്തു, ഒരു വാതകം എടുത്താൽ വ്യാപ്തവും മർദ്ദവും വോളിയവും പ്രഷറും വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് വോളിയവും പ്രഷറും വിപരീത അനുപാതം. ഈ വിപരീത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക 1/, എഴുതണം. ഇപ്പം പ്രഷറും വോളിയവും വിപരീത അനുപാതത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതാം. ഒരാളെ നമ്മൾ മുകളിൽ എഴുതണം, അടുത്ത ആളെ 1 ഇട്ടിട്ട് താഴെ എഴുതണം. 1 എഴുതി ബാർ ഇട്ടിട്ട് താഴെ എഴുതണം. ഇനി നമുക്ക് തിരിച്ചു എഴുതാം. ദാ ഇങ്ങനെ വോളിയം ഞാൻ ഇങ്ങനെ എഴുതുന്നു, വിപരീത അനുപാതം എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതാം. ഒരാളെ മുകളിലും ഒരാളെ താഴെ എഴുതുന്നതാണ് വിപരീത അനുപാതം. ഇവിടെ നമ്മൾ വോളിയം മുകളിൽ എഴുതി പ്രഷർ താഴെ എഴുതി. ഇവിടുത്തെ കേസിൽ പ്രഷർ മുകളിൽ എഴുതി വോളിയം താഴെ എഴുതി. ഓക്കെ, സോ ഇതാണ് പറയുന്നത് മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതം. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം, രണ്ടും എഴുതിയാലും ശരിയാണ്. ഇത് ഏത് നിയമമാണ്? അപ്പൊ ഇതാ നോക്കിയേ, പിയും 1/v വിപരീത അനുപാതം. അപ്പൊ നമുക്ക് എപ്പോഴും അറിയാം അനുപാതം മാറ്റണമെങ്കിൽ, നമുക്കിപ്പോ ഒരു അനുപാത സിമ്പൽ ഉണ്ട്, അത് മാറ്റി നമുക്ക് ഇക്വേഷന്റെ സിമ്പൽ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ല. ഇവനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈക്വൽ ടു ഇട്ട് എഴുതാൻ പറ്റൂ. അപ്പൊ ഞാൻ ദാ ഇവിടെ k എന്നൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, k × 1/v. ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റന്റ് കൊണ്ട്, k എന്നുള്ള ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ ഈക്വൽ ടു സിമ്പിൾ വന്നു, × 1/v. അപ്പൊ ഇനി ഒരുമിച്ച് എഴുതിയേ, k 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്കറിയാം k 1 കൊണ്ട്, ഏതൊരു സംഖ്യയും 1 കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യ തന്നെ ആയിരിക്കും. അപ്പോൾ k ബൈ ആ സിമ്പിൾ, ഈ ബൈ എന്നുള്ള സിമ്പിൾ കൊടുത്തു. താഴെ വിയുടെ കൂടെ ഗുണിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവൻ ഒറ്റയ്ക്ക് കിടക്കുമല്ലേ, അപ്പൊ അവനെ അതുപോലെ നമുക്ക് എഴുതാം k/v. സോ p = k/v. അപ്പൊ നമുക്ക് ഈ കോൺസ്റ്റന്റിന്റെ ഒരു സൈഡ് ഇട്ടിട്ട് v ഇക്വേഷൻ അപ്പുറത്ത് കൊണ്ടുപോകാം. ഇവിടെ നോക്കിയേ, v ഇക്വേഷൻ അപ്പുറം ഡിവൈഡ് ചെയ്തിരിക്കുവാണ്, അല്ലെങ്കിൽ ആ താഴെ കിടക്കുവാണ്, ഡിവൈഡ് ചെയ്തിരിക്കുക. അപ്പൊ ഇവൻ ഇക്വേഷൻ അപ്പുറം പോയ എന്താവും? ഓപ്പോസിറ്റ് കാര്യം ചെയ്യണം. ഇപ്പൊ ഇവിടെ ഡിവൈഡ് ചെയ്ത ആള് ഇക്വേഷൻ അപ്പുറത്ത് പോയ അവൻ ഗുണിക്കും. അപ്പൊ ഇവിടെ v നമ്മൾ ഹരിച്ചിരിക്കുവാണ്, ഇക്വേഷൻ അപ്പുറത്ത് പോകുമ്പോൾ അവൻ ഗുണിക്കും. അതായത് PV ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ PV എന്താണ്? സ്ഥിരമാണ്. PVയുടെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇത് ഏത് ലോ ആണ്? ഇതാണ് ബോയിൽ നിയമം, ബോയിൽസ് ലോ, ബോയിൽ നിയമം. ഓക്കെ, അപ്പം ബോയിൽ നിയമം പേരിൽ തന്നെയുണ്ട്. ഇപ്പൊ നമ്മൾ നിയമം കണ്ടെത്തി, അപ്പൊ നിയമം കണ്ടെത്തി ആ പേരിൽ തന്നെ നോക്കി, ബോയിൽ എന്നൊരു പേരില്ലേ. അപ്പോൾ റോബർട്ട് ബോയിൽ എന്ന ശാസ്ത്രജ്ഞനാണ് ബോയിൽ നിയമം കണ്ടെത്തിയത്. ആരാണ്? റോബർട്ട് ബോയിൽ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇവിടെ നമ്മൾ താപനില സ്ഥിരമാക്കിക്കൊണ്ടല്ലേ ഗ്രാഫ് ഇവിടെ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ താപനില സ്ഥിരമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എക്സ്പെരിമെന്റില് ഈ താപനില സ്ഥിരമായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫിന് ഒരു പേര് പറയും. എന്തായിരുന്നു ആ ഗ്രാഫിന്റെ പേര്? യെസ്, ഐസോതേം ആണ് കേട്ടോ. താപനില കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫിന്റെ പേരാണ് ഐസോതേം. എന്തെന്ന് വിളിക്കും? ഐസോതേം. ഇനി പ്രഷർ ആണ് കോൺസ്റ്റന്റ്. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ആ ഗ്രാഫിനെ വിളിക്കും ഐസോബാർ. ഐസോബാർ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ, താപനില കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ വിളിക്കും ഐസോതേം. മർദ്ദം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐസോബാർ. ഓക്കെ, ഇനി വോളിയം ആണ് സ്ഥിരമായിരിക്കുന്നതെങ്കിൽ നമ്മളതിനെ വിളിക്കും ഐസോകോർ. നമ്മളെന്തെന്ന് വിളിക്കും? ഐസോകോർ.
ഓക്കെ, അപ്പൊ ഐസോതേം ഉണ്ട്, ഐസോബാർ ഉണ്ട്, ഐസോകോർ ഉണ്ട്. ഐസോകോർ എന്ന് പറഞ്ഞാൽ വോളിയം സ്ഥിരമായിരിക്കുമ്പോ, പ്രഷർ സ്ഥിരമായിരിക്കുമ്പോ ഐസോബാർ. ഇനി താപനില സ്ഥിരമായിരിക്കുമ്പോ ഐസോതേം. അപ്പൊ ഈ മൂന്നും നമ്മളൊന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇനിയിപ്പോ അടുത്ത പേര് നോക്കിയേ, ജാക്വസ് ചാൾസ്. അപ്പൊ പേര് തന്നെ ഉണ്ടല്ലേ, നമുക്കറിയാം ചാൾസ്. ചാൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് നിയമമാണ് പഠിച്ചത്? ചാൾസ് ലോ ആണല്ലേ പഠിച്ചത്. എന്താ ചാൾസ് ലോ? ഒരു ഗ്യാസ് നമ്മൾ എടുക്കുന്നു, അപ്പൊ ഒരു നിശ്ചിത മാസ്സുള്ള ഒരു ഗ്യാസ് എടുക്കുന്നു. ആ ഗ്യാസിന്റെ വോളിയവും ടെമ്പറേച്ചറും നേരനുപാതത്തിലായിരിക്കും. അതിന്റെ വ്യാപ്തവും താപനിലയും നേരനുപാതത്തിലായിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ആരാണ് കോൺസ്റ്റന്റ് എന്ന് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ പി വി ടിയുടെ ടേമിലാണ് എല്ലാ കാര്യങ്ങളും എഴുതുന്നത്. നമ്മുടെ ക്വസ്റ്റ്യന് തന്നിരിക്കുന്നു വിയും ടിയും റിലേറ്റഡ് കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത്, വിയും ടിയും. അപ്പോൾ ആ വിയും ടിയും നമ്മൾ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയുക. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? നമ്മുടെ പ്രഷർ മാത്രമേ ഉള്ളൂ. അതായത് ഈ പരീക്ഷണം ചെയ്യുമ്പോൾ മർദ്ദം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും, മർദ്ദം കോൺസ്റ്റന്റ് ആയിരിക്കും. അത് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ പി വി ടി എഴുതുക. ആരെ പറ്റിയാണോ പറയുന്നത് അവരെ അങ്ങ് കട്ട് ചെയ്ത് കളയുക. ഇപ്പൊ വി എൻ ടി എം പറ്റി പറഞ്ഞുകൊണ്ട് അവരെ രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ആകെ ആരേ ഉള്ളൂ? പ്രഷർ മാത്രമേ ഉള്ളൂ. സോ പ്രഷറിനെ നമ്മൾ എന്ത് ചെയ്യുക? കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പൊ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വരയ്ക്കുന്ന ഗ്രാഫിന്റെ പേര് ഓർത്ത് വെക്കുക, ഐസോബാർ ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, വിയും ടിയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊപ്പോർഷണാലിറ്റി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് കെ ഇൻറ്റു ടി. ഓക്കെ, കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, കെ ഇൻറ്റു ടി, കെ ടി എന്ന് എഴുതി. ഇനി ഈ ടിയെ നമുക്ക് ഇക്വേഷൻ അപ്പുറം കൊണ്ടുപോകും. അപ്പൊ ഇവിടെ നോക്കിയേ, ഗുണിച്ചിരിക്കുന്ന ടി ഇക്വേഷൻ അപ്പുറം പോകുമ്പോൾ എന്താവും? ഹരിക്കും. അതായത് വി ബൈ ടി എന്ന് പറഞ്ഞാൽ കെ ആണ്. നമുക്കറിയാം കെ നമ്മൾ ഉപയോഗിച്ചൊരു കോൺസ്റ്റന്റ് ആണ്. സോ വി ബൈ ടി ഒരു കോൺസ്റ്റന്റ് ആണ്. ഇത് ഏത് നിയമമാണ്? ചാൾസ് നിയമം. ഓക്കെ, അടുത്തത് നോക്കിയേ, അവഗാഡ്രോ നിയമം. അവഗാഡ്രോ നിയമം പറയുന്നത് വോളിയവും നമ്പർ ഓഫ് മോളും നേരനുപാതത്തിലായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്യാസ് എടുക്കുന്നു, ഗ്യാസിനകത്ത് ഉണ്ടാവുന്ന വോളിയവും അവിടെ ഉണ്ടാവുന്ന ഗ്യാസിന്റെ നമ്പർ ഓഫ് മോൾസും എത്ര മോൾ ഉണ്ടെന്ന് നോക്കിയാലും രണ്ടും നേരനുപാതത്തിലായിരിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞേ ഇവിടെ എന്തായിരിക്കും കോൺസ്റ്റന്റ്? നമ്മൾ പറഞ്ഞു പി വി ടി എന്നാണ് എഴുതുന്നത്. അപ്പൊ എന്താ ഇവിടെ നോക്കിയേ, വി ഇല്ല, അപ്പം വിയെ നമ്മൾ അങ്ങ് വെട്ടിക്കളഞ്ഞു. പിന്നെ ആരുണ്ട്? പിയും ടിയും. അതായത് പ്രഷറും ഇവിടെ കോൺസ്റ്റന്റ് ആണ്, അതോടൊപ്പം തന്നെ താപനിലയും ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. രണ്ടുപേരെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കിയാണ് ചെയ്യുന്നത്. പ്രഷറും കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കെ എന്നുള്ള കോൺസ്റ്റന്റ്. അപ്പൊ ഈ കോൺസ്റ്റന്റ് നമ്മൾ ഇവിടെ ഇടുന്നു. എന്നിനെ ഇക്വേഷൻ അപ്പുറം കൊണ്ടുപോയാൽ നോക്കിയേ, ഇവിടെ ഗുണിച്ചിരിക്കുന്ന എന്നാണല്ലേ, അപ്പൊ ഇക്വേഷൻ അപ്പുറം പോയാൽ ഹരിക്കും. ദാറ്റ് ഈസ് വി ബൈ എൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. വി ബൈ എൻ കോൺസ്റ്റന്റ് ആണ്. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി അവസാനം കൊടുത്തിരിക്കുന്നത് നീൽസ് ബോറിനെ പറ്റിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ബോർ ആറ്റം മോഡൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. ബോർ ആറ്റം മോഡൽ, ബോർ ആറ്റം മോഡൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരാണ് നീൽസ് ബോർ. നീൽസ് ബോർ ബോർ ആറ്റം മോഡൽ കണ്ടെത്തിയ വർഷം ഒന്ന് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 1913. 1913 ഡാനിഷ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞനായ നീൽസ് ബോർ എന്ത് കണ്ടെത്തുന്നത്? ബോർ ആറ്റം മോഡൽ കണ്ടെത്തുന്നത്. അതും കൂടെ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാതക നിയമങ്ങളിൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസിന്റെ വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന ബോയിൽസ് നിയമം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ആര്? റോബർട്ട് ബോയിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ് ഏത്? ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ് ഏത്? വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഭൂഗുരുത്വ സ്ഥിരാങ്കം നിങ്ങൾ എന്തിലാ യൂസ് ചെയ്തത്? ഗുരുത്വാകർഷണ നിയമം പഠിച്ചപ്പോഴാണ് യൂസ് ചെയ്തത്. കാണാതെ പഠിക്കുന്നതിലും നല്ലത് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. കാണാതെ പഠിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ആവുന്നത്, മീറ്റർ ഉണ്ടോ, മീറ്റർ സ്ക്വയർ ആണോ, കിലോഗ്രാം ഉണ്ടോ, കിലോഗ്രാം സ്ക്വയർ ആണോ എന്നുള്ള കാര്യങ്ങൾ ഡൗട്ട് ആയിപ്പോ. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി.
മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതാ നോക്കിയേ, നമുക്കറിയാം ഗുരുത്വാകർഷണ നിയമം ഉണ്ട് അല്ലെ. ഗുരുത്വാകർഷണ നിയമം പറയുന്നത് ഏത് രണ്ട് വസ്തുക്കൾ എടുത്തേ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ എടുക്കട്ടെ. ഇപ്പൊ ഞാനിവിടെ ഒരു വസ്തു എടുക്കുന്നു, M1 ഭാരമുള്ള ഒരു വസ്തുവും M2 ഭാരമുള്ള മറ്റൊരു വസ്തു എടുക്കുന്നു. ഈ രണ്ട് വസ്തുക്കൾക്കിടയിൽ ഒരു ബലം കാണും. എവിടെ ഇരിക്കുന്ന, ഭൂമിയിലായിക്കോട്ടെ പ്രപഞ്ചത്തിലായിക്കോട്ടെ, എവിടെ ഇരുന്നാലും രണ്ട് വസ്തുക്കൾ ഇരുന്നാലും ഇവരുടെ ഇടയിൽ എന്ത് കാണും? ഒരു ബലമുണ്ട്, ഒരു ഗുരുത്വാകർഷണ ബലമുണ്ട്. ഈ ബലം എന്ന് പറയുന്നത് ഇവരുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതമാണ്. അപ്പൊ ഇവിടുത്തെ ബലമല്ലേ, അപ്പൊ നേർ അനുപാതം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു മുകളിൽ എഴുതണം, രണ്ടുപേരെ മുകളിൽ എഴുതണം. വിപരീത അനുപാതം എന്ന് പറഞ്ഞാൽ ഒരാൾ മുകളിൽ എഴുതണം, ഒരാൾ താഴെ എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ ബലം എന്ന് പറയുന്നത് ഇവരുടെ മാസിന്റെ ഗുണനഫലത്തിന് നേർ അനുപാതം, അതായത് മാസുകളുടെ ഗുണനഫലം. മാസുകൾ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? M1 × M2. M1നെ M2 കൊണ്ട് ഗുണിക്കുന്നു, ഇതിന് നേർ അനുപാതം. ഓക്കെ, ഇനി ഇവരുടെ ഇടയിലുള്ള ദൂരത്തിന് സ്ക്വയറിന് വിപരീത അനുപാതം. അപ്പൊ നമുക്ക് ഇവരുടെ ഇടയിലുള്ള ദൂരം ഒന്ന് നോക്കാം. അപ്പൊ ഞാൻ ദൂരം ശ്രദ്ധിക്കണേ, ഇത് ഒരു ക്വസ്റ്റ്യൻ ഈ ഇടയ്ക്ക് ചോദിച്ചതുമാണ്, അതുകൊണ്ട് നിങ്ങൾ ദൂരം മനസ്സിലാക്കി വെക്കുക. ദൂരം നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ഇവരുടെ കേന്ദ്ര പോയിന്റിനെ ആദ്യം കണ്ടെത്തുക, രണ്ട് മാസിന്റെ കേന്ദ്ര പോയിന്റ്, അതായത് അവരുടെ എക്സാക്ട് സെന്റർ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവരെ നമ്മൾ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇതാണ് ഇവരുടെ ഇടയിലുള്ള ദൂരം. അതായത് ആ രണ്ട് വസ്തുക്കളുടെ കേന്ദ്രങ്ങൾ നമ്മൾ ജോയിൻ ചെയ്ത് എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കുക. ഇതാണ് നമ്മുടെ ദൂരം. നമുക്ക് D എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ബലം എന്ന് പറയുന്നത് ഇവരുടെ ദൂരത്തിന്റെ സ്ക്വയറിന് വിപരീത അനുപാതം. അപ്പൊ ഞാൻ നേരത്തെ എന്താ പറഞ്ഞേ? ഒരാൾ മുകളിൽ എഴുതി, അപ്പം വിപരീത അനുപാതത്തിൽ അടുത്ത ആളെ നമ്മൾ എവിടെ എഴുതണം? താഴെ എഴുതണം. അപ്പം താഴെ എഴുതാൻ വേണ്ടി മുകളിൽ നമ്മൾ 1 കൊടുത്തു. ബൈ അവരുടെ ദൂരത്തിന്റെ സ്ക്വയർ, ദൂരം എന്ന് പറഞ്ഞാൽ D ആണ്, അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ D². വിപരീത അനുപാതമായിരിക്കും. ഓക്കെ, ഇനി രണ്ടും കൂടെ നമുക്ക് ചേർത്ത് എഴുതിക്കൂടെ? F പ്രൊപ്പോർഷണൽ, ഇവിടെ M1 M2. ഇവിടെ എന്താ ഒരു പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ ഉണ്ട്, 1/D². അത് ഞാൻ ഒരുമിച്ച് അങ്ങ് എഴുതി, ഇൻറ്റു 1/D². അപ്പൊ നിങ്ങൾ നോക്കിയേ, M1 M2 × 1, M1 M2 1, ഒന്നിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം അതേ സംഖ്യയാണ് കിട്ടുന്നത്, അതായത് M1 M2. പിന്നെ നമ്മുടെ ലൈൻ വരയ്ക്കുന്നു, ബൈ താഴെ എന്താ കിടക്കുന്നത്? D² ആണ്. അപ്പൊ നമുക്ക് കിട്ടി F പ്രൊപ്പോർഷണൽ ടു M1 M2 D². അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എവിടെ ഇങ്ങനെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കണ്ടാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ എപ്പോഴും ഇക്വേഷന്റെ രീതിയിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈക്വൽ ടുവിന്റെ രീതിയിലാണ് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറ്റില്ല? ഇങ്ങനെ ഒരു പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ പറ്റില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത്തരത്തിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് ആണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് വിളിക്കും, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അതിനെ നമ്മൾ G കൊണ്ട് എഴുതണം, ക്യാപിറ്റൽ G കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എല്ലാം K എന്നൊക്കെ എല്ലാം യൂസ് ചെയ്തേ, ഇവിടെ നമ്മൾ G എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഞാൻ G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ G M1 M2 D² എന്ന് കിട്ടി. F = G M1 M2 D². ഈ ജിയുടെ വില നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ജിയുടെ വില കണ്ടെത്തിയത് 6.67 × 10⁻⁻11. ശ്രദ്ധിക്കുക, ഈ ന്യൂട്ടൺ ആണ് ഈ ഒരു ഗ്രാവിറ്റേഷണൽ ലോ മുന്നോട്ട് വെച്ചത്. ആദ്യമായിട്ട് ഗുരുത്വാകർഷണ നിയമം മുന്നോട്ട് വെച്ചത് ന്യൂട്ടൺ ആണ്. ഗുരുത്വാകർഷണ, ഇവിടെ എഴുതാം, ഗുരുത്വാകർഷണ നിയമം മുന്നോട്ട് വെച്ചത് നമ്മുടെ ന്യൂട്ടൺ ആണ്. ആരാണ് ഗുരുത്വാകർഷണ നിയമം കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ന്യൂട്ടൺ ആണ് ഗുരുത്വാകർഷണ നിയമം കണ്ടെത്തിയത്. പക്ഷേ ജിയുടെ വാല്യൂ പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത് ജിയുടെ വാല്യൂ പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാൽ പറയണം അത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ്, അതായത്
ഈ ജിയെ പറ്റിയൊക്കെ നമ്മുടെ ന്യൂട്ടൺ ആണ് പറഞ്ഞത്, ഈ ഇക്വേഷൻ കണ്ടെത്തി അല്ലെങ്കിൽ ഈ ഒരു നിയമം കണ്ടെത്തിയത് F=G(m1m2/d²) എന്ന ഗുരുത്വാകർഷണ നിയമം കണ്ടെത്തിയത് നമ്മുടെ ന്യൂട്ടൺ ആണ്. അപ്പൊ ന്യൂട്ടൺ ഈ ജിയെ പറ്റി പറഞ്ഞു. പക്ഷേ ജിയുടെ ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ ജിക്ക് വാല്യൂ 6.67 × 10⁻⁻11 ആണെന്ന്. ഈ വാല്യൂ പരീക്ഷണങ്ങൾ ചെയ്ത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. നോക്കി വെക്കുക, എക്സാംസ് ടഫായ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. കാരണം ഇത് ഡയറക്റ്റ് NCERT-യിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫാക്റ്റ് ആണ് കേട്ടോ. ജിയുടെ വാല്യൂ പരീക്ഷണത്തിലൂടെ, ജി ക്യാപിറ്റൽ ജി ആണ് കേട്ടോ, ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ വാല്യൂ എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഹെൻറി കാവൻഡിഷ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ജിയുടെ യൂണിറ്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമുക്ക് വേണ്ടത് ജി ആണ്. അപ്പൊ ബാക്കിയുള്ളവരെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ ഇതാ നോക്കിയേ, നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ ജി മാത്രം ഇവിടെ ഇടുക. ഓക്കെ, ഈ d² ഇക്വേഷൻ അപ്പുറം കൊണ്ടുവരാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ അത് ഇങ്ങനെ ആയിരിക്കുന്നത് F(G(m1m2/d² എന്നാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ d² ഇക്വേഷൻ അപ്പുറം കൊണ്ടുപോയാൽ ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന d² ഇക്വേഷൻ നമ്പർ പോയാൽ എന്താവും, ഗുണിക്കും. ദാറ്റ് ഈസ് F(d²). ഓക്കെ, ഈക്വൽസ് നമുക്കിനി m1നെയും m2നെയും ഇവിടെ ഗുണിച്ചിരിക്കുക. m1ഉം m2ഉം ഇവിടെ ഗുണിച്ചിരിക്കുകയാണ്. അപ്പൊ അത് ഇക്വേഷൻ അപ്പുറം പോയാൽ എന്താവും, ഹരിക്കും. അപ്പം m1ഉം m2ഉം താഴോട്ട് വന്നു. ഇവിടെ ഗുണിച്ചാള് ഇക്വേഷൻ അപ്പുറം പോയപ്പോഴത്തേക്ക് ഹരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ജി മാത്രം ഇവിടെ കിട്ടി. ഇവിടെ എന്താ ഞാൻ ചെയ്തത്, ഈ d² ഇങ്ങോട്ട് കൊണ്ടുവന്നു, F(d²). ഈ m1 m2നെ ഞാൻ താഴോട്ട് കൊണ്ടുവന്നു. അപ്പം ബൈ m1 m2. അപ്പം നമുക്ക് ജിയുടെ വാല്യൂ കിട്ടും F(d²)/m1 m2. ജിയുടെ വാല്യൂ നമുക്ക് കിട്ടി F(d²)/m1 m2. ഇനി നിങ്ങൾ പറഞ്ഞേ, നമ്മൾ ഫോഴ്സ് അളക്കുന്ന യൂണിറ്റ് ഏതാ? നമ്മൾ നേരത്തെ കണ്ടതാണ്. ഫോഴ്സ് നമ്മൾ ഐസക് ന്യൂട്ടനെ ഓണർ ചെയ്തുകൊണ്ട് ന്യൂട്ടൺ ആണ് ഫോഴ്സ് അളക്കുന്ന യൂണിറ്റ്. ഇനി ഡിസ്റ്റൻസ്, ദൂരം നമ്മൾ ഏത് യൂണിറ്റിലാണ് അളക്കുന്നത്, മീറ്ററിലാണ് അല്ലേ, മീറ്റർ. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ്. മുകളിൽ ഒരു 2 എന്നുള്ള വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസിന് മീറ്ററിന് എഴുതിയാൽ മാത്രം ശരിയാവില്ല. ഈ മുകളിലുള്ള 2നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഞാൻ മുകളിൽ ഒരു 2 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. കാരണം ഇവിടെ എത്ര പവർ ഉണ്ടോ അത് നിങ്ങൾ എപ്പോഴും നമ്മുടെ യൂണിറ്റ് കൊടുക്കണം. ഇപ്പൊ ഇവിടെ പവർ 2 അല്ലേ, ഡിയുടെ മുകളിൽ 2 അല്ലേ കിടക്കുന്നത്, ആ 2നെ അപ്പൊ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യണം. അപ്പം Nm² മാസ്. ഇപ്പൊ നോക്കിയേ, മാസ് നമ്മൾ എങ്ങനെയാ മെഷർ ചെയ്യുന്നത്, കിലോഗ്രാമിലല്ലേ. അപ്പൊ ആദ്യത്തെ മാസിന് ഞാൻ കിലോഗ്രാമിന് കൊടുത്തു. വീണ്ടും ഒരു മാസമുണ്ട്. അപ്പം വീണ്ടും അടുത്ത മാസിന്റെ യൂണിറ്റും കൊണ്ട് നമ്മൾ ഗുണിക്കണം. ദാറ്റ് ഈസ് കിലോഗ്രാം. മനസ്സിലായോ? അതായത് മാസ് നമ്മൾ കിലോഗ്രാമിലാണ് മെഷർ ചെയ്യുന്നത്. ഇപ്പൊ ഒന്നാമത്തെ മാസ് കിലോഗ്രാമിലാണ്, രണ്ടാമത്തതും കിലോഗ്രാമിലല്ലേ. ഇപ്പൊ കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം എന്ന് വരും. അപ്പോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം. കിലോഗ്രാമിനെ കിലോഗ്രാം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, കിലോഗ്രാം സ്ക്വയർ. ഇതാ നോക്കിയേ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾക്ക് ഇപ്പൊ കിട്ടിയത് ഈ ഒരു ബൈ ഇല്ലേ, ഈ ഒരു ബൈ സിമ്പൽ ഇവിടെ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്, ഈ ഒരു ബൈ, ഇതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം. ഇപ്പൊ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എഴുതുന്നു, ഇങ്ങനെ കൊടുത്താലും കറക്റ്റാ, ഇങ്ങനെ എഴുതാം, ഇങ്ങനെ ചരിച്ചു കൊടുത്താലും രണ്ടും കറക്റ്റാ. ചരിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ താഴെ കിടക്കുന്ന ആളെ അങ്ങ് ചേർത്ത് എഴുതിയാൽ മതി. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തരുന്നു, ഇപ്പൊ ന്യൂട്ടൺ മീറ്റർ ബൈ കിലോഗ്രാം എന്ന് തരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ന്യൂട്ടൺ മീറ്റർ ബൈ കിലോഗ്രാം തന്നാൽ നമ്മൾ ന്യൂട്ടൺ മീറ്റർ എഴുതുക, ഈ ബൈക്ക് പകരം ഇങ്ങനെ കൊടുക്കുക, എന്നിട്ട് താഴെയുള്ള ആളെ അതിന്റെ കൂടെ ചേർത്ത് എഴുതിയാൽ മതി. ഓക്കെ, സോ ഇവിടെ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയറിനെ ബൈക്ക് വരെ നമ്മൾ ഈ ഒരു സിമ്പിൾ സ്ലൈഡ് ചെയ്തിട്ട് കൊടുക്കുന്നു. സ്ലൈഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ താഴെ കിടക്കുന്ന ആളെ ഇവിടെ അങ്ങ് ചേർത്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ആൻസർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇത്രയും മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ, സ്ട്രെസ്സിന്റെ അളവുകൾ ഏതാണ് അല്ലെങ്കിൽ ഡയമെൻഷൻ ഏതാണ്? ഇതൊരു മുൻവർഷങ്ങളിൽ ചോദിച്ചൊരു ടഫ് ആയിരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം ഈ സ്ട്രെസ് ഒന്നും അങ്ങനെ നമ്മൾ ചോദിച്ചതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ആ തവണത്തെ ക്വസ്റ്റ്യനകത്ത് കയറി ഇത്രയും ടഫായിട്ട് ചോദിച്ചത്. അപ്പൊ ക്വസ്റ്റ്യൻ ടഫ് ആക്കാൻ അവർ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസും ചോദിക്കും. അതും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. വളരെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസും ചില എക്സാമിന് കയറി ചോദിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ലക്ഷ്യം ക്വസ്റ്റ്യൻ ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സെക്ഷനിൽ നിന്നും ഹയർ ലെവൽ ചോദിക്കും.
അത്തവണ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചത്. അപ്പൊ നിങ്ങൾക്ക് നോക്കാം സ്ട്രെസ്സിന്റെ അളവുകൾ ഏതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും ഡയമെൻഷൻ ചോദിച്ചാൽ നമ്മൾ അടിസ്ഥാനമായിട്ടുള്ള ചില അളവുകളുടെ ഡയമെൻഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ നമുക്ക് ചെയ്യാം. അതിനോടൊപ്പം ചോദിക്കുന്ന ആളുടെ ഇക്വേഷനും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പൊ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് സ്ട്രെസ്സിനെ പറ്റിയാണ് അല്ലേ. അപ്പൊ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ അറിയുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് സ്ട്രെസ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. എന്താണ് സ്ട്രെസ് എന്ന്? അതായത് ഇപ്പൊ എൻ്റെ കയ്യിൽ ഇതാ ഇങ്ങനെ ഒരു വസ്തു ഇരിക്കുകയാണ്. ഈ ഷേപ്പിലിരിക്കുന്ന ഒരു വസ്തു, ഇങ്ങനെ ഒരു ഷേപ്പിലൊരു വസ്തു ഇരിക്കാം. അപ്പൊ ഞാൻ വിചാരിക്കുക ഇവന്റെ ഷേപ്പ് ഒന്ന് മാറ്റാം. ഇവൻ ഈ ഷേപ്പ് അല്ലേ, ഇവന്റെ ഷേപ്പ് ഒന്ന് മാറ്റി ഇവനെ ഇച്ചിരിയും കൂടെ ഒന്ന് നീട്ടാം. ഇങ്ങനെ ഇച്ചിരിയും കൂടെ നീട്ടട്ടെ. ഓക്കെ, നമുക്ക് എലാസ്റ്റിക് ആയിട്ടുള്ള വസ്തു ആണെന്നല്ലോ ആലോചിച്ചാൽ മതി. നിങ്ങൾ വലിച്ചു നീട്ടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വസ്തു ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ആളെ എനിക്ക് ഇങ്ങനെ ആക്കണം. അപ്പൊ ഇങ്ങനെ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ചുമ്മാതിരുന്ന എങ്ങനെ ആവുമോ? ഇല്ല, നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബലം കൊടുക്കണം. ഇങ്ങനെ ഇരുന്ന വസ്തുവിൽ ഞാൻ ഒരു ബലം കൊടുത്തു. ഓക്കെ, അപ്പൊ ഞാനൊരു ബലം കൊടുത്തപ്പോ ഈ വസ്തുവിന്റെ രൂപം മാറി അല്ലെ. അപ്പൊ ഞാൻ ഈ വസ്തുവിന്റെ രൂപം മാറ്റാനായി എന്തു കൊടുത്തു? ബലം കൊടുത്തു. ഇത്തരത്തിലുള്ള ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് രൂപാന്തര ബലം. രൂപാന്തര ബലം, അതായത് ഒരു വസ്തുവിന്റെ രൂപം മാറ്റാൻ നമ്മൾ കൊടുക്കുന്ന ബലമാണ് രൂപാന്തര ബലം. ഇങ്ങനെ ഇരുന്ന ആളെ ഇങ്ങനെ ആക്കിയില്ലേ, അവന്റെ രൂപമല്ലേ മാറ്റിയത്. അപ്പൊ നമ്മൾ കൊടുത്ത ബലം എന്താണ്? രൂപാന്തര ബലം. അപ്പൊ ഇത്തരത്തിലൊരു രൂപാന്തര ബലം കൊടുക്കുമ്പോൾ രൂപാന്തര ബലത്തിന് എതിരായിട്ട് വസ്തുവിൽ ഒരു ബലം ഉണ്ടാവും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇതിനെതിരായിട്ട് വസ്തുവിൽ ഉണ്ടാവുന്ന ബലമാണ് പുനഃസ്ഥാപന ബലം. പുനഃസ്ഥാപന ബലം. ഓക്കെ, സോ ഒരു വസ്തുവിൽ ആദ്യം അതിന്റെ ഷേപ്പ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു രൂപാന്തര ബലം കൊടുത്തു. വസ്തുവിന്റെ രൂപം മാറ്റാൻ വേണ്ടി രൂപാന്തര ബലം കൊടുക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ബലം കൊടുക്കുമ്പം വസ്തുവിൽ തന്നെ എന്തുണ്ടാവും? ഒരു പുനഃസ്ഥാപന ബലം ഉണ്ടാവും. രൂപാന്തര ബലത്തെ എതിർത്തുകൊണ്ട്. ഇപ്പൊ നമ്മൾ രൂപാന്തര ബലം ഇങ്ങോട്ടാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പുനഃസ്ഥാപന ബലം മുകളിലോട്ടാണ്. അപ്പം ആ കൊടുക്കുന്ന രൂപാന്തര ബലം കൊടുക്കുന്നതിന്റെ എതിർ ദിശയിൽ എന്തുണ്ടാവും? ഒരു പുനഃസ്ഥാപന ബലം ഉണ്ടാവും. അപ്പൊ യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം പുനഃസ്ഥാപന ബലം ഉണ്ട് എന്നതിന്റെ അളവാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ സ്ട്രെസ് എന്ന് പറയുന്നത് പുനഃസ്ഥാപന ബലം ബൈ ഏരിയ. യൂണിറ്റ് പരപ്പളവിൽ എത്രമാത്രം പുനഃസ്ഥാപന ബലമുണ്ട്, ഇതിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. ഒരു യൂണിറ്റ് ഏരിയ എടുക്കുന്നു, ഞാനിപ്പോൾ ഒരു ഏരിയ എടുക്കുന്നു, 1 മീറ്റർ സ്ക്വയർ എടുക്കുന്നു അല്ലെ. അപ്പോൾ 1 മീറ്റർ സ്ക്വയറിൽ എത്രമാത്രം പുനഃസ്ഥാപന ബലമുണ്ടെന്ന് അളന്ന് നോക്കുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്ന ആളാണ് ആര്? സ്ട്രെസ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് ഡയമെൻഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പുനഃസ്ഥാപന ബലം അതൊരു ബലമാണ്. അപ്പോൾ നമ്മൾ ബലത്തിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ നമുക്കറിയാം ന്യൂട്ടന്റെ 2ാം ചലന നിയമത്തിലെ ബലത്തിന്റെ ഇക്വേഷൻ നമുക്ക് 2 എണ്ണം കിട്ടുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇങ്ങനെ, മൊമെന്റത്തിൽ ഉണ്ടാകുന്ന സമയബന്ധിതമായ വ്യത്യാസം. ഒരു യൂണിറ്റ് സമയത്തിൽ എത്രമാത്രം ആക്കത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനൊരു ഇക്വേഷനും കിട്ടി, F=ma. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം, F=ma. ബലമാണ്, ബലത്തിന്റെ ഇക്വേഷൻ ma എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഏരിയ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ നമ്മൾ യൂഷ്വലി ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഒരു സ്ക്വയറിനെ ആലോചിച്ചാൽ മതി. സ്ക്വയറിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത് സൈഡ് ഇൻറ്റു സൈഡ് ആണ്. സൈഡ് ഇൻറ്റു സൈഡ്, അതായത് വശത്തെ വശം കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ നമ്മൾ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. അപ്പൊ സൈഡ് ഇൻറ്റു സൈഡ്. അപ്പൊ ഇനി നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓർത്ത് വെക്കുക, നമ്മൾ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് മാസിനെ, നമുക്കിപ്പോൾ പിണ്ഡമാണെങ്കിൽ നമ്മൾ അതിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M കൊണ്ട് റെപ്രസെന്റ് ചെയ്യണം. പിന്നെ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റും കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് വേണം ആളെ നമ്മൾ എഴുതാനായിട്ട്. ഇനി നീളമാണെങ്കിൽ നീളത്തിന്റെ കേസിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ L കൊണ്ടാണ്. ക്യാപിറ്റൽ ലെറ്റർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ L കൊണ്ടാണ്. സമയമാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ T കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ടൈം ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ T കൊണ്ട്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ദൂരം. ദൂരത്തിന് തുല്യമായ ഒരാളെ നമ്മൾ നേരത്തെ പഠിച്ചു. യെസ്, സ്ഥാനാന്തരം. ഇതെല്ലാം എന്ത് തന്നെയാണ്?
നീളമല്ലേ, നമ്മളിപ്പോൾ ദൂരം അളക്കുന്നതും സ്ഥാനാന്തരം അളക്കുന്നതൊക്കെ നമുക്കൊരു നീളമാണ് കിട്ടുന്നത്, ഒരു ലെങ്ത് ആണ് കിട്ടുന്നത്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഡയമെൻഷൻ L തന്നെയാണ്. ഓക്കെ, ഇനി പ്രവേഗം അല്ലെങ്കിൽ വേഗത, ഇതിന്റെ ഡയമെൻഷൻ L(t⁻⁻1) ആണ്. L(t⁻⁻1). ഇനി ത്വരണം അല്ലെങ്കിൽ ത്വരണത്തിന് എപ്പോഴും പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ മന്ദീകരണത്തിന്റെ വാല്യൂ എന്താണ്? യെസ്, കറക്റ്റ് ആണ്. മന്ദീകരണത്തിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ത്വരണം അല്ലെങ്കിൽ മന്ദീകരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡയമെൻഷൻ L(t⁻²) ആണ്. L(t⁻²). ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഒരുവിധ ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഇക്വേഷൻസും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. സ്ട്രെസ് എന്ന് പറയുന്ന പുനഃസ്ഥാപന ബലം ബൈ ഏരിയ ആണ്. അപ്പൊ നമുക്ക് ഇനി കൊടുത്തു നോക്കാം. മാസ് നമ്മളിപ്പോ കണ്ടു. മാസിന് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് എഴുതി M എന്ന് കൊടുക്കണം, ക്യാപിറ്റൽ M. ഇനി നോക്കിയേ, അടുത്തത് എ എന്ന് പറയുമ്പം ആക്സിലറേഷൻ ആണ് കേട്ടോ. സ്മാൾ എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണമാണ്. ത്വരണത്തിന്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടു, L(t⁻²). ബൈ അടുത്ത നോക്കിയേ, സൈഡ് ഇൻറ്റു സൈഡ്. നമ്മൾ സൈഡ് ഇപ്പൊ ഒരു ലെങ്ത്, സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് അല്ലേ, ലെങ്തിന്റെ എല്ലാം ഡയമെൻഷൻ L ആണ്. സോ L വീണ്ടും അടുത്ത സൈഡ് വരുന്നില്ലേ, സോ ഇൻറ്റു L. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററിൽ നമുക്ക് കിട്ടിയത് നമുക്കിവിടെ ന്യൂമറേറ്ററിൽ കിട്ടുന്ന വാല്യൂ M(L(t⁻²). ഇവരെല്ലാം നമുക്ക് ഒരുമിച്ച് എഴുതാം, പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോൾ ഓരോന്നിനും സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവരെല്ലാം ഒരുമിച്ച് എഴുതിയാലും പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ. M(L(t⁻²) എന്നാണ് കിട്ടിയത്. കാരണം മാസിൻ്റെത് M, ആക്സിലറേഷന്റെ L(t⁻²). ബൈ നോക്കിയേ, സൈഡ് ഇൻറ്റു സൈഡ്, അതായത് L(L). അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു L കാണാം, ഇവിടെ ഒരു L കാണാം. നമുക്ക് രണ്ട് L-നെ അങ്ങ് വെട്ടിക്കളയാം. അപ്പൊ പിന്നെ എന്തുണ്ട്? M(t⁻²) താഴെ ഒരു L. ഓക്കെ, താഴെ ഒരു L. ഇത്രയൊക്കെ അല്ലേ? ഇനി നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, ഇപ്പൊ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഒരാളെ നമ്മൾ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ അതിന്റെ പവറിന്റെ ഓപ്പോസിറ്റ് സിമ്പൽ ഇട്ട് എഴുതണം. ഇവിടെ താഴെ നിങ്ങൾ നോക്കിയേ, L-ന് പവർ ഒന്നുമില്ല, അതിനർത്ഥം പവർ ഒന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, അതിനർത്ഥം പവർ ഒന്നുണ്ട്. അപ്പം L-ന്റെ പവർ ഒന്നാണ്. ഇവനെ എനിക്ക് ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവരുമ്പം അവന്റെ പവറിന്റെ സിമ്പൽ ഓപ്പോസിറ്റ് ആക്കി എഴുതണം. അതായത് ഇപ്പം 1 എന്ന് പറയുന്ന പോസിറ്റീവ് വാല്യൂ അല്ലേ, അപ്പൊ മുകളിലോട്ട് പോകുമ്പോൾ എന്തായി മാറും? നെഗറ്റീവ് വാല്യൂ ആയിട്ട് മാറും. ഇവിടെ ശ്രദ്ധിച്ചേ, 1/x³ എന്നായിരുന്നെന്ന് വിചാരിക്കുക. അപ്പം x³ താഴെ കിടക്കുവാണ്. ഇവനെ മുകളിൽ കൊണ്ടുപോകുമ്പം നമ്മൾ പറഞ്ഞു അവനെ അതുപോലെ എഴുതുക. പക്ഷേ ഇവിടെ നമുക്കറിയാം x³ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്ലസ് ആണ് അല്ലെ, x⁻3 ആണ്. അത് ന്യൂമറേറ്റർ വരുമ്പോൾ എന്താവും? x⁻−3. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച് നമുക്ക് താഴെയാണ് L. അപ്പൊ L മുകളിലോട്ട് വരുമ്പോ എന്ത് ചെയ്യണം? L +1 ആണ്. ന്യൂമറേറ്റർ വരുമ്പോ എന്താവും? യെസ്, 1 അതുപോലെ എഴുതുക. പ്ലസ് സിമ്പൽ മാറി എന്താകണം? മൈനസ് സിമ്പൽ ആയിരിക്കണം. ഓക്കെ, അപ്പം M(t⁻²) L⁻−1. നമ്മൾ പൊതുവെ ഡയമെൻഷൻ എഴുതുമ്പോൾ നമ്മൾ ഒരു യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് M(L(t) എന്നുള്ള ഓർഡറിൽ വേണം എഴുതാൻ. ആദ്യം M-നെ എഴുതുക, പിന്നെ L-നെ എഴുതുക, പിന്നെ T എഴുതുക. ഇവിടെ ആദ്യം M ഉണ്ട്, അതാണ്ട് M. L ഉണ്ട്, L-ന്റെ മുകളിൽ എന്താ ഉള്ളത്? -1 ആണ്. ആ -1 കൊടുക്കുക. ഓക്കെ, അടുത്തത് T നോക്കിയേ, T ഉണ്ട്, T-യുടെ മുകളിൽ എന്താ ഉള്ളത്? -2. അപ്പൊ ഉത്തരം M(L⁻−1) T⁻². M(L⁻−1). M-ന്റെ മുകളിൽ ഒന്നും ഇല്ലാന്ന് വെച്ചാൽ നമുക്കറിയാം, അതിന്റെ മുകളിൽ എന്തുണ്ട്? 1 ആണുള്ളത്. അപ്പം M(1) L⁻−1 T⁻². M(1) L⁻−1 T⁻². ഇത്രയൊക്കെ അല്ലേ? ഓക്കെ.